ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണോ സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്ന ഒരു കന്നഡ സിനിമയുടെ റിവ്യൂ. അതായത് ആ സിനിമയുടെ പേര് രാഘവേന്ദ്ര സ്റ്റോർസ് ഇൻ 1972 എന്നാണ് സിനിമയുടെ പേര്. സിനിമ ഒരു കോമഡി ഡ്രാമ മൂവിയാണ്. കാരണം നമ്മൾ കന്നഡ സിനിമയൊക്കെ സിനിമ ഒരു പെർഫെക്റ്റ് മൂവീസാണ്. കാരണം അവിടുത്തെ സ്റ്റോറി ആയിരുന്നാലും കാര്യങ്ങളൊക്കെ ആയിരുന്നാലും വളരെ മികച്ചതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കന്നഡ സിനിമ ജനങ്ങളിലേക്ക് എത്തി തന്നെ ഒരു KGF എന്ന് പറഞ്ഞൊരു സിനിമ ഇങ്ങോട്ട് വന്നതുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു കന്നഡ എന്നൊരു സിനിമയ്ക്ക് നമുക്കിവിടെ ഈ ഇന്ത്യൻ സിനിമ തന്നെ ഒരു മുൻതൂക്കങ്ങളും കാര്യങ്ങളും കിട്ടി. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ പിന്നെ KGF 2 വന്നു, കാന്താര വന്നു. ഇതൊക്കെ കന്നഡ സിനിമയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതാ ഒരു രാഘവേന്ദ്ര സ്റ്റോർസ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടു. അതിനെപ്പറ്റി കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയുണ്ട്. കാരണം നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ കണ്ടിരിക്കണം. ഒരു കോമഡി ഡ്രാമ മൂവിയാണ്. പക്ഷേ അതിൽ തന്നെ ഒരു മികച്ച ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ അണിനിരക്കാണ് സംവിധായകൻ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സംവിധാനം ചെയ്ത് സന്തോഷ് ആനന്ദറാമാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കന്നഡ ഡയറക്ടറാണ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ മെയിനായിട്ടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് എന്നാണ് നായകൻ്റെ പേര്. നായിക ശ്വേത ശ്രീവാസ്തവ്. ഇവർ രണ്ടുപേരും മാത്രമല്ല പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഒരു ഇമ്പാക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർ അത്രയ്ക്കൊരു വലിയ ഒരു ഇപ്പോൾ ഒരു വലിയ പെർഫോമൻസ് ഒന്നുമില്ല. പക്ഷേ മെയിനായിട്ടും ഈ സിനിമ കൊണ്ടുപോകുന്നത് ഈ ജഗദീഷ് എന്ന് പറഞ്ഞ ഒരു നായകനും ശ്വേത ശ്രീവാസ്തവ് എന്ന് പറഞ്ഞ ഈ ഒരു നായകൻ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കഥയുടെ ഒരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം ഒരുപാടായിട്ടും കല്യാണം കഴിക്കാൻ പറ്റുന്നൊരു നായകൻ തൻ്റെ ഒരു 40 ദിവസത്തിന് ശേഷമൊക്കെ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുടുംബജീവിതവും കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു കഥയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവർക്ക് മെയിനായിട്ടൊരു ഹോട്ടലിൽ സംബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു രാഘവേന്ദ്ര സ്റ്റോർസിൻ്റെ സിൻസ് 1972 എന്ന് പറഞ്ഞ ഒരു സംഭവം. അതാണ് ഉദ്ദേശിക്കുന്നത്. അനാഥ കുട്ടികൾക്ക് ഫുഡുകൾ കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള രീതി. പിന്നെ മറ്റ് വിശേഷങ്ങൾ, കല്യാണം, അങ്ങനത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ നേരത്ത് ഇവർ ഒരു കുടുംബമാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു കുടുംബം നടക്കുന്ന കുറച്ച് കാര്യങ്ങളും കോമഡി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. രണ്ട് പേരുടെ കുടുംബജീവിതങ്ങളും കാര്യങ്ങളും അതിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് കഥ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ നമ്മൾ കണ്ടിരിക്കാം എന്ന് വെച്ചാൽ നല്ല ഒരു ടൈം പാസ്. പക്ഷേ ലാംഗ്വേജ് കന്നഡ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ വരത്തില്ല. അതിനാണ് സബ്ടൈറ്റിലുണ്ട് ഇതിനകത്ത്. അതിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കന്നഡ ഭാഷ ഒരു പ്രശ്നമാണെങ്കിൽ പോലും നമുക്ക് ഈ സിനിമ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാനും അങ്ങനെയാണ് കണ്ടത്. സബ്ടൈറ്റിലിട്ടൊക്കെയാണ് ഈ സിനിമ ഞാൻ കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പെർഫോമൻസിൽ ശ്വേത ശ്രീവാസ്തവ് എന്നാലും ജഗദീഷ് ആയിരുന്നാലും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. മറ്റ് താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു ക്യാരക്ടർ തോന്നിയില്ല. കാരണം എനിക്ക് ഇവർ രണ്ടുപേരും മാത്രമാണ് തോന്നിയത്. ഈ സിനിമ നിങ്ങൾക്ക് അധികം മാർക്ക് ചിലപ്പം അറിഞ്ഞൊന്നും പോലും പറത്തില്ല. കാരണം കന്നഡ സിനിമയ്ക്ക് അധികം ഡിമാൻഡില്ല. ഇപ്പോൾ തെലുങ്കിന് പോലും ഇപ്പം അത്യാവശ്യം ഒരു ഡിമാൻഡുള്ള ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ കന്നഡ സിനിമയ്ക്ക് ഒരു ഇതിലോട്ട് വരുന്നേ ഉള്ളൂ. കന്നഡയിൽ നിന്ന് വന്ന ആദ്യത്തെ ഒരു പടം തന്നെ KGF ഇവിടെ വമ്പൻ വിജയവും സെക്കൻഡ് പാർട്ടും ആഘോഷിച്ചു. കാന്താര വന്നു, അതും ആഘോഷിച്ചു. അങ്ങനെയൊക്കെ പോകുമ്പോൾ ചെറിയ സിനിമകളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ജഗദീഷിനെ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേ ഈ പടത്തിൻ്റെ നല്ലൊരു തിരക്കഥയാണ്. പക്ഷേ ജഗദീഷ് എന്ന് പറഞ്ഞ നായകൻ അവിടെ ഭയങ്കര പെർഫോമൻസും ആണ്. പിന്നെ ഫാൻസ് ഒരുപാട് കൂടുതലുണ്ടുള്ള ഒരാളാണ് ഈ ജഗദീഷ് എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ. പക്ഷേ ഒരു കാര്യം കൊണ്ട് ഇയാൾക്ക് ഈ ഒരു ഇതിൽ പെർഫോമൻസ് എന്നൊക്കെ ഇവർ അവിടെ പുകഴ്ത്തെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വീക്ക് പെർഫോമൻസ് ആയിട്ട് തോന്നി. കാരണം അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റാത്ത പെർഫോമൻസ് തോന്നിപ്പോയി. കാരണം എന്തൊക്കെയോ പുള്ളിക്കാരൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കോമാളി ലുക്കിലോട്ട് പുള്ളി ആയപ്പോഴൊക്കെ തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് വന്നില്ല. ഒരു നായകനെ പക്ഷേ നമുക്കിപ്പം ഒരു കഥാസന്ദർഭങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ അവിടെ ജഗദീഷ് എന്ന് പറഞ്ഞ ഈ ഒരു ആൾ അധികം അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നു. പക്ഷേ ശ്വേത ശ്രീവാസ്തവ് എന്ന് പറഞ്ഞ ഈ നായിക തനിക്ക് കൊടുത്തിരുന്ന ആ റോളിനോട് 100% നീതി പുലർത്തിയെന്നാണെങ്കിൽ പറയാം. ഇവർ രണ്ടുപേരുമാണ് പെർഫോമൻസ് ആയിട്ട് പോകണമെങ്കിൽ പോലും ഈ ഒരു ജഗദീഷിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പെർഫോമൻസായി. ഇപ്പോൾ അഭിനയം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ അറിയാത്തൊരു വ്യക്തിയെ പിടിച്ച് നായകനാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരാളെ അതിനകത്ത് പരിഗണിക്കാമെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ഒരു കാര്യമല്ലാതെ വേറെ ഒന്നും ഇപ്പം അങ്ങോട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നല്ലൊരു സിനിമയാണ്. കഥ നന്നായിരുന്നു. പെർഫോമൻസിൽ ഇവർ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് കോമഡി ഉണ്ട്, കാര്യമുണ്ട്. പക്ഷേ നായകനൊന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹൈപ്പ് കിട്ടിപ്പോയേനെ എന്ന് തോന്നിപ്പോയൊരു സിനിമയാണ് ഈ ഒരു രാഘവേന്ദ്ര സ്റ്റോർസ് എന്ന ഒരു കന്നഡ സിനിമ. നല്ല ഒരു പടമാണ്. പെർഫോമൻസ് നായകൻ വീക്കായി പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ വളരെയൊന്നും പറയില്ല. നമ്മൾ നല്ല ക്ലൈമാക്സ് നല്ലതാണ്, ഇൻ്റർവൽ ബ്ലോക്ക്, പെർഫോമൻസ്, കോമഡി, സോങ് എല്ലാം, ക്യാമറ വർക്ക്, കോസ്റ്റ്യൂം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. മ്യൂസിക് സൂപ്പറായിരുന്നു.
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം നല്ല പടമാണ്, നമുക്ക് ലാഗ് അടിക്കാതെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ പടമാണ്. നായകൻ്റെ പെർഫോമൻസ് കഥയുമായിട്ട് വരുന്നതെന്നുള്ള കാര്യം ഒഴിച്ചു വെച്ചല്ലാതെ നോക്കിയാൽ പടം നല്ല ഒരു പെർഫോമൻസുള്ള പടം തന്നെയാണ്. മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് അവതരിപ്പിക്കും കൂടെ ചെയ്യണം ഈ ഒരു പടത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. ഇതാണ് രാഘവേന്ദ്ര സ്റ്റോർട്സ് ഇൻ 1972 എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കൊണ്ട് അർത്ഥമാക്കുന്നത്. നല്ലൊരു സിനിമയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് കന്നഡ സിനിമ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് മികച്ച കഥകളും സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കന്നഡ സിനിമ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതിന് നമ്മൾ നല്ല സിനിമ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, കാണുക. മെയിനായിട്ടൊരു കാര്യം നമ്മൾ എല്ലാ ലാംഗ്വേജിലെ പടങ്ങളും കണ്ടിരിക്കണം. നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ കണ്ടിരിക്കണം എന്ന് ഞാൻ മാത്രമേ പറയത്തുള്ളൂ. പടം കാണുക, മനസ്സിലാക്കുക. ഈ നല്ല സിനിമയൊക്കെയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ഏത് ലാംഗ്വേജ് എന്നുള്ള പ്രശ്നമാണ്. കാരണം നമ്മൾ മാക്സിമം എല്ലാ ലാംഗ്വേജിലും ഇപ്പോൾ ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം, മറാത്തി ഉണ്ട്. അവിടെ നിന്ന് എനിക്കൊരു പടത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഈ ഇത്ര ലാംഗ്വേജിലുള്ള സിനിമകളൊക്കെ നമ്മൾ മാക്സിമം ജസ്റ്റ് ഒന്ന് കാണുന്നത്, നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. മനസ്സിലെത്തി കാണുക, നല്ല ഒരു ഇതായിരിക്കും. സിനിമ എന്തായിരുന്നാലും നല്ലത് തന്നെയായിരിക്കും. അപ്പം നമ്മുടെ ഈ മലയാളത്തിൽ ഇറങ്ങുന്ന കുറച്ച് പടങ്ങളെക്കാട്ടിയൊക്കെ ഇത് എത്രയോ ബെറ്ററായിപ്പോയി ഈ ഒരു രാഘവേന്ദ്ര സ്റ്റോർട്സ് എന്ന് പറഞ്ഞ ഈ ഒരു പടം. മസ്റ്റായിട്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണുക. ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവൈലബിൾ ആണ്, കാണുക, വൈബ് ചെയ്യുക. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ മെയിനായിട്ടും നല്ലൊരു കോമഡിയാണ്. പിന്നെ നമുക്കൊരു ഫീൽ ഗുഡാണ്. പിന്നെ ഇത് നല്ലൊരു സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് മുഹൂർത്തങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യങ്ങളെ കൊണ്ട് 2 മണിക്കൂർ പടത്തിൽ കൂടുതലുണ്ടെങ്കിൽ പോലും നമുക്ക് ലാഗ് അടിക്കാതെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റി തന്നെയാണ് സംവിധായകൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് കാണുന്നത്. സോ ഇതൊക്കെ പറയാൻ വേണ്ടി പറ്റി. രാഘവേന്ദ്ര സ്റ്റോർട്സ് ഇൻ 1972 എന്ന് പറഞ്ഞ ഒരു കന്നഡ സിനിമ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക, വൈബ് ചെയ്യുക. നല്ലൊരു സിനിമയായിരിക്കുന്നു ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാൻ വേണ്ടിയേ ഉള്ളൂ. അപ്പോൾ മറ്റു സിനിമയുടെ ഇഷ്ടങ്ങൾ വന്നിരിക്കുന്നത് ദിസ് പ്രണോ സൈനിങ് ഔട്ട്, ബൈ. പിന്നെ ഈ ഒരു ചാനലൊന്ന് നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ അങ്ങനെ കുറച്ച് പേരുടെ പരിഗണിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക, ചാനലിൽ കൊണ്ടുപോകുക. കാരണം നല്ല സിനിമ വിശേഷങ്ങളും കാര്യങ്ങളും അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് വഴി കിട്ടുന്നതിന് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്ര പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മറ്റു സിനിമയുടെ ഇഷ്ടങ്ങൾ വന്നിരിക്കുന്നത് ദിസ് പ്രണോ സൈനിങ് ഔട്ട്, ബൈ. ഓക്കെ.